അങ്ങനെ ആ രാജാവും രാജ്ഞിയും ആ കൊച്ചു രാജകുമാരൻ സുഖമായ കൊട്ടാരത്തിൽ കഴിയവേ ഒരമാവാസി നടന്നു. വലിയ തേറ്റപ്പല്ലും ചുവന്നുകൊടുത്ത കണ്ണുകളും ചടപിടിച്ച മുടിയും ദേഹം മുഴുവൻ രക്തക്കരകളുമുള്ള അതിഭീകരയായ ഒരു രാക്ഷസി ആരും അറിയാതെ കൊട്ടാരത്തിൽ കിടന്ന് ആ രാജ്ഞിയെ തട്ടിക്കൊണ്ടുപോയി. രാജ്ഞിയെ കണ്ടെത്താൻ മന്ത്രിയും സേനാപതിയും ഒരുപാട് ശ്രമിച്ചു, എങ്കിലും നടന്നില്ല. വിഷമിച്ചു എന്ന രാജാവിനോട് രാജഗുരു പറഞ്ഞു കാട്ടിപ്പോയി തപസ് ചെയ്യാൻ. അങ്ങനെ രാജാവ് കാട്ടിപ്പോയി തപസ്സനുഷ്ഠിച്ചു. അതികഠിനമായ തപസ്സിനൊടുവിൽ സ്വർണ്ണ നിറമുള്ള മുടി, വെള്ളാരം കല്ല് പതിപ്പിച്ചതുപോലുള്ള കണ്ണുകളുമായി അതിസുന്ദരിയായ ദേവത പ്രത്യക്ഷപ്പെട്ടു. രാജാവിന്റെ തപസ്സിൽ സംപ്രീതയായ ദേവത എന്ത് വരം വേണമെന്ന് ചോദിച്ചുകൊള്ളാൻ ആവശ്യപ്പെട്ടു. തനിക്ക് വരമല്ല, രാക്ഷസി തട്ടിക്കൊണ്ടുപോയ തന്റെ പ്രിയതമെ തിരിച്ചു വേണമെന്നായിരുന്നു രാജാവിന്റെ ആവശ്യം. രാജ്ഞിയെ രക്ഷപ്പെടുത്തി രാജാവിന് തിരികെ നൽകണമെന്ന് വരം നൽകി ദേവത അപ്രത്യക്ഷയായി. അമ്മ വരാം.